ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും രണ്ടാമത്തെ അധ്യായത്തിലോട്ട് സ്വാഗതം. ഈ അധ്യായത്തിൻ്റെ ടൈറ്റിൽ എന്ത് രൂപത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ലീവ് മീ അലോൺ. ഇത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ GTA എന്ന ഗെയിമിൽ ചീറ്റ് കോഡായി യൂസ് ചെയ്യണതാണ്. അത് പോലീസിൽ നിന്നും ഒരുപാട് തെറ്റുകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ, അതായത് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു കാര്യത്തിനാണെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല, അതൊരു നമ്മളൊരു കോട്ടായിട്ടും യൂസ് ചെയ്യാറുണ്ട് അത് പലപ്പോഴും. അതെ, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയവും അതിനെക്കുറിച്ചാവണം എന്ന് തോന്നി. രണ്ടാമത്തെ അധ്യായമാണ്. അതിനേക്കാൾക്കുപരി കാര്യത്തിലോട്ട് എത്തുന്നതിന് മുന്നേ ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വാച്ചബിൾ ടൈം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഒരു അടിസ്ഥാനത്തിലാണ് പരിസ്ഥാന അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലാണ് ഈ ഒരു സാധനം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം അതിൻ്റേതായ കുറ്റവും കുറവുകളും ഉണ്ടാവും. അത് അഡ്രസ്സ് ചെയ്തിട്ടും അതിങ്ങനെ തന്നെ ആവണം, വരായിട്ട് നല്ല ബെറ്ററായിട്ട് വർഷം വരാം എന്ന് കാണിച്ചെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ആദ്യമേ നന്ദി ഞാൻ പറയുന്നു. ഇനി മുന്നോട്ടുള്ള എപ്പിസോഡുകളിലും തെറ്റുകളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ മാക്സിമം ശ്രമിക്കാം. കാര്യമായിട്ട് ഒരു സൗണ്ടിൽ ബ്രീത്തിങ് ഇഷ്യൂസാണ് പറഞ്ഞത്. അത് ഈ പറയുന്ന ലൂതറിൻ്റെ കണ്ടൻറ്റിൻ്റെ കുറവുകൊണ്ടല്ല, പക്ഷേ ഈ പറയുന്ന ലൂതറിൽ അല്ലെങ്കിൽ നിങ്ങളോട് ലൂതർ സംസാരിക്കാൻ ഏൽപ്പിച്ച ഒരാൾക്ക് ചെറുതായിട്ട് ഇഷ്യൂസ് ഉണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നുമല്ല, പക്ഷേ ആൾ കളി കൊണ്ട് കിട്ടിയ കുറച്ച് ജലദോഷവും എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ബ്രീത്തിങ് ഇഷ്യൂസാണ്. അതങ്ങനെ ക്ഷമിക്കാം, അതൊക്കെ റെഡിയാക്കി ആൾ വരും. നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് യെലോവിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ സമയം തന്നെ ആയിരിക്കും യെലോവിന് പറ്റിയ സമയം ആവുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ റെക്കോർഡ് ചെയ്യുന്ന സമയം ഐ തിങ്ക് രാത്രി 2 മണിയാണ്. എപ്പോൾ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് എത്തായിട്ട് അറിയില്ല. 2 മണി, കുരിട്ട് ആരുമില്ല. ആരില്ല എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ഇൻഫ്ലുവൻസും ഇല്ല. ഒരു കാമയും ക്വയറ്റ് സമയമാണ്. ഇത് തന്നെയാണോ രാവിലെ എണീറ്റാൽ നേരത്തെ കിട്ടുക എന്ന് വെച്ചാൽ അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല അമ്പലത്തിലെ ജപങ്ങളും പള്ളിയിലുള്ള പ്രാർത്ഥനകളും ചിലപ്പോൾ ഒന്നേക്കാം. അതും കാംഫുൾ ആവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സമയം കാംഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. നമ്മളൊന്ന് പറയാൻ വന്ന ടോപ്പിക് ലോട്ട് ഞാൻ ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പോഡ്കാസ്റ്റാണ്. നല്ല വിശദമായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കണ്ട അത്തങ്ങളെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ഹലോ, ആ ഒരു വാക്ക് പലപ്പോഴും പലരും അത് കൂട്ടി യോജിപ്പിക്കാറ് അതൊരു ഡിപ്രഷൻ, ഒരു സാഡ് മീനിങ്ങിലൊരിതാണ്. സത്യത്തിൽ ഒറ്റക്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതല്ല, ഒറ്റപ്പെടാൻ ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്നത് അത് സാഡായിട്ട് മാത്രമാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു കോട്ടിലൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ആളുടെ പേര് കൃത്യമായിട്ടും ഓർമ്മയില്ല, പക്ഷേ അയാൾ പറഞ്ഞിട്ടുണ്ട് ഐ റീസ്റ്റോറിങ് മൈ സെൽഫ് അൺടിൽ ഓർ ഡ്യൂറിങ് മൈ അലോങ് ടൈം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെന്നൊരു കാര്യം. ബാക്കിയുള്ള സമയത്തൊക്കെ ഇന്നൊരാൾക്കും കൂടി വേണ്ടി, അല്ലെങ്കിൽ ഇന്നൊരാൾ നമുക്കും കൂടി വേണ്ടി, അല്ലെങ്കിൽ ഇന്നൊരാളെന്ന് വേറെ ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റക്കായി ഇരിക്കണം തോന്നുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങളല്ല നമ്മൾ കൂടുതൽ ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ളവർ നമ്മൾ സെൽഫിഷ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെ കാര്യം നമ്മൾ നോക്കണം അറ്റൊരു പോയിൻ്റ് വരെയെങ്കിലും. അത് ഏതൊരു പോയിൻ്റാണ് നിങ്ങൾക്ക് മെഷർ ഒറ്റയ്ക്ക് ഇരിക്കാനും അല്ലെങ്കിൽ ചിലർക്ക് പറയാറുണ്ട് ഒറ്റപ്പെട്ട് ഇരിക്കണം വല്ലപ്പോഴെങ്കിലും, അപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ മഹത്വം. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെടൽ ഒരിക്കലും സങ്കടത്തിനല്ല. സന്തോഷിക്കാർക്കും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിന്നായിട്ടും സന്തോഷിക്കാം. ഒരു ലാർജ് ക്രൗഡിൻ്റെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. അതേപോലെ ഇൻട്രോവേർട്ടാരും മോശക്കാരില്ല കേട്ടോ. അവർക്കും അവരുടെ സ്കില്ലിനേക്കാളുപരി അവർക്ക് ആ കംഫർട്ട് സോണാണ് ഏറ്റവും താല്പര്യം. മോറോവർ ഇത് എല്ലാവരും ഇറങ്ങി എണീക്കണോ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര പ്രസംഗം സംസാരിക്കണമെന്നില്ലല്ലോ. ലോകം എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഡെവലപ്പിങ്ങിനുമാണ് നമ്മളും കൂടി വർക്ക് ചെയ്യണത് ഈ അറ്റ് ദിസ് പോയിന്റ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പലതുണ്ടായേക്കാം, അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ഓരോരുത്തരുടെ ഇതിനെ പോലെ. എന്നാൽ ഈ സാധനത്തിൽ നമ്മൾ പ്രസൻ്റ് നീങ്ങുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയാണ്. എല്ലാവരെയും പോലെ നമ്മുടെ ഫ്യൂച്ചറും നമ്മളൊപ്പമുള്ളൊരു ഫ്യൂച്ചറും നല്ലതാവട്ടെ എന്നും നല്ലതാവാനും കൂടി വേണ്ടിയാണ് പലപ്പോഴും പലരുടെയും ഓട്ടം ഉണ്ടാവാറ്. അത് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എലോയിങ്ങിനും അതിൻ്റേതായൊരു ഫീലുകളുണ്ട്. അത്
പലപ്പോഴും നമുക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാനുള്ള ഡിസിഷൻ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നതല്ല, നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന എടുക്കുന്ന ഡിസിഷൻസ്, അത് ഒരു കൂട്ടമായിട്ടുണ്ടാകുമ്പോൾ നമുക്കൊരു ബാക്ക് പ്രഷർ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് എന്നൊരു സാധനം ഉണ്ടാവും. കയറട്ടെ കയറട്ടെ എന്നുള്ളത്. പക്ഷെ അതില്ലാത്തൊരു സമയത്ത് നമ്മൾ അത് ചെയ്യണം. എന്നാലും നമ്മൾ ഒരു പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൈ ഊരിപ്പോരണ്ടേ. അപ്പം അങ്ങനെ. പക്ഷേ ലൈഫ് ഓഫ് എല്ലോ, നമുക്ക് ഞാൻ ആ ടോപ്പിക്കിലൂടെ കടന്നു പോവാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു സാഡിനെ സൂചിപ്പിക്കാൻ വേണം. കാരണം അതൊരിക്കലും സാഡല്ലല്ലോ. ഇപ്പം ഒറ്റയ്ക്ക് ഇരുന്ന ഒരാൾ പാർട്ടി ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അയാൾ തന്നെ ഒറ്റയ്ക്ക് പാർട്ടി എടുത്താൽ, ഐ തിങ്ക് ഏതെങ്കിലും വിദേശത്തെ ഒരു രാജ്യത്ത് ഇതേപോലെ സെൽഫായിട്ട് എല്ലാവരും ഹെഡ്ഫോൺ വെച്ചിട്ട് പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഭയങ്കര ലൈറ്റിങ്ങും അല്ലെങ്കിൽ ഭയങ്കര ഡി ജെകൾ ഒരു ഭയങ്കര ബോക്സ് വേണമെന്നില്ല. ഇഫ് യു ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ് എന്നാൽ ചെയ്യുക. അത് ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് യാത്ര പോകാനാണ്, അങ്ങനെ പോവാം. ലൂതർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര പോകാറുണ്ട്, ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കഴിയണതും ഒറ്റയ്ക്കാണ് പഠിക്കാൻ നോക്കാറ്, ബുക്കിലെ കാര്യം മാത്രമല്ല പുറത്തുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ലൈഫിൽ ചിലതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാം കഴിയും. ഇനിയിപ്പോൾ എവിടെ പെട്ടാലും എന്താ പോരാമെന്ന് പറ്റണുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. അതൊരു വലിയ കഴിവാണോ വെച്ചാൽ അതങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അയാൾ അല്ലെങ്കിൽ ഒറ്റക്കായാൽ അതായിട്ട് മനോഹരമാവുന്നുള്ളത് അയാൾ ചിന്തിച്ചെടുത്ത ഒരു ഡിസിഷനല്ല, പലപ്പോഴും അയാളെ കൊണ്ട് ആക്കിയതാണ്. അയാളുടെ ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ അയാൾക്ക് നല്ല നല്ല ഓർമ്മകളുണ്ട്, അതേപോലെ തന്നെ മോശം ഓർമ്മകളുണ്ട്. അയാൾ ബുള്ളിങ് ചെയ്തിട്ടുണ്ട്. ബുള്ളിങ് ചെയ്യുന്നത് ഈസ് എ റൈറ്റ് തിങ്, ഐ ഡോണ്ട് നോ. ബിക്കോസ് നമുക്കൊരു ഒരു പോയിന്റിൽ തോന്നും, ബുള്ളിങ് ചെയ്യുന്നത് അവൻ പൊളിയാണ്, ഇവൻ ഇവനെ കളിയാക്കി. ഒരു പോയിന്റിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പറയാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ പറഞ്ഞു തോന്നും, ഞാൻ ഒന്ന് ഓവർകം ചെയ്തു. ഓന് രണ്ടാളിടയിൽ ഇൻസൾട്ട് ആയപ്പം ആയിരുന്നില്ല. പക്ഷേ ആ ഇൻസൾട്ട് ആവുന്ന ഒരാളെ പെർസ്പെക്റ്റീവ് നിങ്ങൾ കാണും. കാരണം അത് അത്യാവശ്യം ഹേർട്ടിങ്. ഈ ഒരു ബോഡി ഷെയ്മിനേക്കാൾ ഉപരി ബോഡി ഷെയ്മിങ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. പക്ഷെ അത് വിളിക്കുന്ന ആൾക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ അതിൽ അത്രത്തോളം ഇല്ല, അതൊരു ഫണ്ണായിട്ട് തന്നെ കണ്ടു കൂട്ടെടുക്കും. പക്ഷെ ഒരു ഇൻസൾട്ടിങ് ഇൻസൾട്ടാണ് മുരളി ലോകത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതൊന്നും ഞാൻ പറയണില്ല. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയേക്കാം. പക്ഷേ ചിലതൊക്കെ നമ്മൾ ചിലരുടെ മുന്നിലെത്തുമ്പോൾ അത് നമ്മൾ ഫിയർഫുൾ ചെയ്യാനും നമ്മൾ ഓലെ നിന്ന് അകറ്റാനും, പിന്നെ നമ്മൾ ചില ആ കാര്യത്തിൽ പിന്നെ ചെയ്യുമ്പോൾ ഒരൊറ്റ ഇൻസൾട്ട് കിട്ടി അപ്പോൾ നമ്മൾ പിന്നെ വലിക്കാം അല്ലെങ്കിൽ ബാക്കൊക്കെ നിൽക്കുക എന്നുള്ളതിനും കൂടി ഒരു കാരണമാക്കും. അതൊക്കെ ഒരു ഉദാഹരണ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അയാൾ പലരോടും ഫസ്റ്റ് എന്തോ അയാൾക്കൊന്നും ഒത്തുപോയിട്ടില്ല. പക്ഷേ ഇതാണ് റിയാലിറ്റി, അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെ വെച്ചാൽ അയാൾ പലപ്പോഴും പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം ഒപ്പതാവാനൊക്കെ. അപ്പോൾ അയാളോട് പറയില്ലെങ്കിലും അയാൾ കൺമുന്നിൽ നിന്ന് തന്നെ അയാൾ അറിയുന്നുണ്ട്. പക്ഷേ അവർക്കത് പറയാൻ ഡയറക്റ്റ്ലി കഴിയില്ല. പക്ഷേ ഒരു കൺമുന്നിൽ നിന്ന് തന്നെ മറിയാറുണ്ട്. ചിലപ്പോൾ ഒപ്പം ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ അത് അപ്പുറത്തഞ്ചിലും ഇപ്പുറത്തഞ്ചിലും എന്നിട്ട് അവസാനം ലൂതർ ഒറ്റയ്ക്ക് ഉണ്ടാവും. ആ ഒറ്റയ്ക്ക് ആകുമ്പോഴും എത്ര വെള്ളം കുടിച്ചാലും തൊണ്ടിൽ അത്ര വെള്ളം ഉണ്ടാവാറില്ല അയാൾക്ക്. അങ്ങനെയാണ്. അപ്പോൾ ഈ ബുള്ളിയും ഇതൊക്കെ ആകണ സമയത്ത് അതും കൂടിയിട്ട് നോക്കണം. പക്ഷേ അയാൾ ലൈഫിൽ അത് പിന്നീട് അത് ഒരുപാട് കാലത്തിന് ശേഷം, പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരെയും പോലെ അയാളും ഒരുപാട് ഒറ്റപ്പെട്ടു, ഒരുപാട് ഉൾവലിഞ്ഞ്. ആ സമയത്തൊക്കെ അയാൾ ഒരുപാട് ഇതിനെ കുറിച്ച് ആസ്വദിക്കാൻ തുടങ്ങി, ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ. അപ്പം എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഒറ്റപ്പെടലൊരു മോശം കാര്യമല്ല. ഒറ്റപ്പെടുന്നത് ഒറ്റപ്പെട്ടോട്ടെ. നിങ്ങൾ എല്ലാവരോടും കുടിച്ചിട്ട് പുറം ലോകത്ത് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അത് ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ അയാളെ കുറിച്ച് അയാൾ തിങ്ക് ചെയ്യണ്ടേ. അങ്ങനൊരു ടൈം ആവുകയാണെങ്കിൽ അത് നിങ്ങൾ അയാൾക്ക് മാക്സിമം ടൈം കൊടുക്കണം. അല്ലാതെ ഈ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാണ്, അതുകൊണ്ട് അതുകൊണ്ടാണ് പോലും ആരും എൻ്റെ അടുത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ അതാണ് എനിക്ക് കോളേജൊന്നും സെറ്റ് ആവാത്തത്, അങ്ങനെയൊക്കെ പറയണോ. ഡിഫറൻസും എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്ന് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്, അത് പിന്നെ ഫ്രണ്ട് എന്നല്ലെങ്കിൽ ആ ഒരു മാഷോ അല്ലെങ്കിൽ പല രൂപത്തിലാണെങ്കിലും ആ ഒരു ഗ്യാതറിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, അത് അത് ഉണ്ടാവണ്ടേ. അത് പ്രത്യേകിച്ച് ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ അയാളെ ചിലപ്പോൾ അയാളുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ലുക്ക് ഫേസ് കൊണ്ടോ അല്ലെങ്കിൽ അയാളെ വളരെ സംസാരം കൊണ്ടായിരിക്കാം അയാളങ്ങനെ മാറ്റി നിർത്തിയത്. പക്ഷെ അത് അയാൾക്ക് അത്യാവശ്യം ലൈഫിൽ ഹേർട്ടായിട്ടുണ്ട് അങ്ങനത്തെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയുന്നു, അലോയിങ് ഈസ് എ ഗുഡ് തിങ്. പക്ഷെ അലോയിങ് ആക്കണത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നത് അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. എത്രത്തോളം അലോയിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. സെക്കൻഡ് എപ്പിസോഡാണ്. ഫോർമാറ്റ് ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഒരു ഫോർമാറ്റിന് വേണ്ടി തേടുകയാണ്. അതുവരെ നിങ്ങളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നല്ലൊരു പ്രോപ്പറായിട്ടുള്ള സംസാര ശൈലിയും
ഇന്ന് തന്നെ പ്രതീക്ഷ ഇല്ലാതെ പ്രതീക്ഷിക്കണം കഴിയുന്ന രൂപത്തിൽ ഞാൻ അത് മിനിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ ഞാൻ കൊണ്ടുവരാം. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.